ഹലോ, രാധേ രാധേ. സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സംഭവം കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറേ ആയി വീഡിയോ ചെയ്തിട്ട് വീഡിയോസ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഡിലേ ആക്കണത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് കിട്ടുന്ന അപ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 ദിവസം മുന്നേ ആണ് വീഡിയോസൊക്കെ കിട്ടിയത്. അപ്പോൾ കിട്ടിയ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷമിക്കണം എല്ലാവരും, ഇങ്ങനെ ഡിലേ ആയി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സും പോകുന്നുണ്ട് കേട്ടോ. കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടും പോകുന്നുണ്ട്. ശരിയാണ്, എൻ്റെ ഫോൾട്ടാണ്. കാരണം ഞാനിങ്ങനെ ഡിലേ ആയി വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അതിൽ എൻ്റെ ഫോൾട്ടാണ്. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും ഞാൻ ക്ഷമ ചോദിക്കാൻ എല്ലാവരോടും. ഇത്രയ്ക്കും ഡിലേ ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. കുറേ വീഡിയോസൊക്കെ കിട്ടി, ഇനി കുറച്ച് വീഡിയോസ് മാത്രം കിട്ടാണല്ലോ കേട്ടോ. ലാസ്റ്റത്തെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ ആയിട്ട് ആണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അധികം ഡിലേ ചെയ്യാതെ വീഡിയോ കാണാം. ഈ വീഡിയോയിൽ 2 ചടങ്ങുകളായിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ഇത് ശർക്കരയാണ് കേട്ടോ പൊട്ടിക്കുന്നത്. ശർക്കര പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെക്കും കുറച്ച് നേരം അലിയിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര യൂസ് ചെയ്യുക. बनवावे का आप लोगन का बता दो। अब मैं नीचा बोल रहा है ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇതുകൊണ്ട് മായി ഉണ്ടാക്കാൻ കേട്ടോ. മായി എന്താ കണ്ടുണ്ടാവും നിങ്ങൾ, എന്നാലും കാണിച്ചു തരാം കേട്ടോ. देखो और सिंदूर लगाओ और मोमन क्या होती है? ये गुड़ का घोरा अरे तो कौन है ഇത് ആട്ട കൊയ്ക്കുന്ന പോലെ നമ്മൾ ചപ്പാത്തിക്ക് കൊയ്ക്കില്ലേ, അതേമാതിരി നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് കൊയ്ക്കുന്നത്. അങ്ങനെ കൊയ്ച്ച് കഴിഞ്ഞിട്ടോ കുറച്ച് ടൈറ്റ് ആയിട്ടോ കൊയ്ച്ചത്. ഇതുകൊണ്ട് മായി ഉണ്ടാക്കും ഫസ്റ്റ് പൂജയ്ക്ക്. പിന്നാണ് ഇനി കൂടുതൽ ഇനി ഇഷ്ടംപോലെ മായി ഉണ്ടാക്കാൻ കേട്ടോ. ഫസ്റ്റ് ഇതുണ്ടാക്കും കുറച്ച് പൂജയ്ക്ക് വേണ്ടിയിട്ട്. റൂമൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ മായി ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് ഈ അടുപ്പിലാണ് ഇത് ഫ്രൈ ചെയ്യുക. ഈ മായി ഇതിലാണ് ഫ്രൈ ചെയ്യുക, ഈ അടുപ്പിൽ വെച്ചിട്ട്. ഇപ്പം ഉണ്ടാക്കുന്ന സാധനത്തിനാണ് മായി എന്ന് പറയാട്ടോ. ये कहाँ जाती है मम्मी? ये मालूम दीदी की ससुराल। चावल डालने മായ ഉണ്ടാക്കണ മുമ്പ് 5 പ്രാവശ്യം അരി ഇടണം കേട്ടോ. പിന്നാണ് മായ ഉണ്ടാക്കുക. ഹസ്ബൻഡ് ആണെങ്കിൽ മറന്നു പോയിന്ന് കേട്ടോ അരി ഇടാൻ. ഒരു മായൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നാണ് അരി ഇട്ടത്. ये अंदर देखो साक्षी अक्कू बैठी है। अच्छा ये पैसा लेट को नाम दाई कौन दाई ഇനി ഫ്രൈ ആവും. मम्मी बहुत कम बना रही माँ है। ഇതിൻ്റെ ഉള്ളിൽ ദൈവമാണ് കേട്ടോ. ഇനി ഇത് പൂജ ഒക്കെ കഴിഞ്ഞിട്ട് നാളെ ആട്ടോ. पतली पतली डालिए, पतली पतली
उसके अंदर सेब है क्या? पानी है ഇതില് വെള്ളമാണ് ട്ടോ. ये में भगवान जी बन रहा है इसमें भगवान जी ये कल जब भावरी पड़े लगी कल जब भौरे पड़ेंगी तब पुरखी पुरखा खोले जाएंगे। अरे देखो ना बोले ला दे साके हो लगी लाला प्यारे बड़े लाचारे नाम भाई साहब ओ भाई साहब बस ज़्यादा न डालो ना बच जाए। अब किसमें फ्राई होगी? मिया डोरा ഇതിലാട്ടോ ഫ്രൈ ചെയ്യാം. മാവിന്റെ മാമ്പഴത്തിന്റെ വിറകാണ് ഇത്. ഈ വിറക് വെച്ചിട്ടാട്ടോ ഫ്രൈ ചെയ്യുന്നത്. हरिया में घेरा लीजिए ഇപ്പോൾ നടക്കുന്ന പരിപാടി ഇതൊരു ചടങ്ങാണ് കേട്ടോ. ഇതിന് സിൽഭുഷണി എന്നാ പറയാ. സംഭവം അമ്മിക്കല്ലുമ്മ രണ്ടാള് ഹസ്ബൻഡും വൈഫും കൂടിയിട്ട് അരിക്കണം കേട്ടോ. പരിപ്പാണ് കേട്ടോ അരിക്കുന്നത്. അപ്പോൾ അതിനാണ് സിൽഭുഷണി എന്ന് പറയാ. ഇതൊരു ചടങ്ങാണ് കേട്ടോ. കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ചടങ്ങാണ്. जोड़ दी गाना बंद करो, गाना बेटा गाना बंद कर दो। अब फिर उसे बनाओ कट कर। चलो जाओ बाद में गए मैं बता के आएगा। ഷോളിൻ്റെ കെട്ട് അയച്ചാലേ ഞങ്ങൾക്ക് പിന്നെ എണീക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഷോളിൻ്റെ കെട്ട് ആരാ അയക്കുന്ന വെച്ചാൽ ഓർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ എണീക്കാം. मम्मी करती है, मैं कह रहा तुम क्या देख रही हो? इधर झोल में लेंगे ले 130 हो गए। मम्मी 30 रुपया दी दे, मम्मी 10 रुपया दे। छोड़ना नहीं, छोड़ना एक जने पकड़े रहना। मम्मी पकड़ नहीं तुम जाओ, तुम उठो। हाँ नहीं चलो हम पकड़ो। അടുത്ത ആള് ഇരിക്കാതെ ഈ അമ്മിക്കല്ല് വിടാൻ പാടില്ല കേട്ടോ. आज आदमी इसके बाद उठे चलो आज पहले पहले मन लगी क्या जय श्री राम जय श्री राम भैया का देखे बेरा कैसे रख दे चलो थोड़ा बात ले पे दे बात मिल जाए सब दे दे आप मड़वा रंगी दोनों जल्दी എന്താ പറയാ, അരിച്ച് കഴിഞ്ഞിട്ടോ കൈ വിടാൻ പാടില്ല. കൈ വിടാതാണ് മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുക. ഇത് കടലപ്പരിപ്പാണ് കേട്ടോ അരിക്കുന്നത്. भैया का
വൈകുന്നേരം ആവാനായിട്ടോ. ഇത് രാവിലെ കൊയ്ച്ച ആട്ടയാണ് കേട്ടോ, മായിക്ക് വേണ്ടിയിട്ട്. രാവിലെ പൂജയ്ക്ക് വേണ്ടി മാത്രം മായി ഉണ്ടാക്കി പിന്നെ ബാക്കി വെച്ച് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.